ഡോക്ടർ പ്രേംകുമാർ, ഈ കോൺഗ്രസിനെ വയനാട്ടിൽ തളച്ചിടുന്നതിനപ്പുറത്ത് എന്ത് പോസിറ്റീവ് പൊളിറ്റിക്സ് മുന്നോട്ട് വെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാനുണ്ട് എന്ന ചോദ്യമുണ്ട്. സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ, PR ഡിപ്പാർട്ട്മെൻറ്റ്, അതല്ലെങ്കിൽ മന്ത്രിമാർ, ഇതൊക്കെ ഒരുപാട് പറയുന്നുണ്ട് എന്നുള്ളതിനപ്പുറത്ത് ജനങ്ങളുടെ ജീവിതാനുഭവം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു പോസിറ്റിവിറ്റി ഗ്രൗണ്ടിൽ ഉണ്ടാക്കാൻ LDF കഴിഞ്ഞിട്ടുണ്ടോ? അത് കഴിയുന്നുണ്ടോ? അതിൽ ഊന്നുന്നുണ്ടോ? അതോ ഫോക്കസ് അപ്പുറത്താണോ? അതായത് പ്രതിപക്ഷത്തിന് ഇതാ ഇന്ന കുഴപ്പങ്ങളുണ്ട് എന്നതിലാണോ? അതായത് കഴിഞ്ഞ 10 വർഷത്തെ ഗവൺമെന്റ് അച്ചീവ്മെന്റ്സ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഗവൺമെന്റ് ലെവലിലും പാർട്ടി ലെവലിലും സംഘടനാ ലെവലിലും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനിടയിൽ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് സെൻസേഷണൽ കാര്യങ്ങളിലാണ് താല്പര്യം ഉണ്ടാവുക. അത് എല്ലാ ഇലക്ഷനിലും ഉള്ളതുപോലെ ലാസ്റ്റ് ലാപ്പിലൊക്കെ പലപ്പോഴും അങ്ങനെയാണ് ഉണ്ടാവുക. പക്ഷെ ഈ ഇലക്ഷനിൽ മാത്രമുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ അങ്ങനെ സെൻസേഷണലായിട്ട് വന്ന ഇഷ്യൂസ് എല്ലാം സത്യത്തിൽ ആളുകളുടെ ഹാർഡ് കോർ ജീവിത പ്രശ്നങ്ങളല്ലാതെ ഉയർന്നു വന്ന ഇഷ്യൂസ് എല്ലാം തന്നെ UDF പ്രതികൂലമായിരുന്നു എന്നുള്ളതാണ് കാര്യം. അതാണ് ഞാനിത് നേരെ തിരിച്ച് ലോക ചരിത്രത്തിൽ ഇല്ലാത്ത പോലുള്ള ഒരു ഇലക്ഷനാണ് നടക്കുന്നതെന്ന് പറയുന്നത്. സാധാരണ ലാസ്റ്റ് ലാപ്പിൽ ഈ കോർ ഇഷ്യൂസ് അല്ലാത്ത കാര്യങ്ങൾ പുറമേക്ക് വരും. അതിൽ പക്ഷേ ഇത്തവണ കോൺഗ്രസിന് ഡിഫെൻസീവ് ആണ്. അതിന്റെ തെളിവ് ഇവരുടെ വാക്കുകൾ തന്നെ ഉണ്ട്. ഇവിടെ തന്നെയല്ല, കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീകുമാർ പറയുന്നത് കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് ഞാൻ അറിയില്ല. ഏപ്രിൽ 9 മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ടുണ്ട് വിഷുവിന്റെ ദിവസം ഈ 178 ആളുകൾക്കും അവിടെ താമസിക്കാൻ പറ്റുമെന്ന്. കോൺഗ്രസിന്റെ ആരാധനായ പ്രതിനിധി പറഞ്ഞത് എന്താ പറയുക, 9 ഇലക്ഷൻ, പിന്നെ ഇതുണ്ടായിട്ട് എന്താ കാര്യം? ഇതാണ് പ്രശ്നം. ഇവരുടെ ഉള്ളിലുള്ള ഈ മനുഷ്യവിരുദ്ധത, ഈ ഉഡായിപ്പ് സാധനം പുറത്തേക്ക് വന്നു പോകുന്നു എന്നുള്ളതാണ്. ഞങ്ങളുടെ അക്കൗണ്ടിൽ ഒരു പൈസ പോലും ബാക്കിയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധിനെയും രാഹുൽ ഗാന്ധിനെയും കൊണ്ടുവന്ന് തറക്കല്ലിടിക്കാൻ ചെയ്യുന്ന ഈ ഉഡായിപ്പ് സംഗതി ആളുകളുടെ മുന്നിൽ വെളിപ്പെട്ടു പോകുന്നു. അവർ തന്നെ പത്രസമ്മേളനം വിളിച്ചിട്ട് പറയുന്നു ഞങ്ങളുടെ കയ്യിൽ ഒറ്റ പൈസ ഇല്ലാന്ന്. അപ്പൊ ഒറ്റ പൈസ ഇല്ലാതെയാണ് ഇത് ചെയ്തതെന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പൊ ശ്രുതിയുടെ കേസ് ശ്രീകുമാർ പറഞ്ഞത് ശരിയാണ്. T. സിദ്ദിഖ് MLA അല്ല വീട് വെച്ച് കൊടുക്കേണ്ടത്, തൃശ്ശൂരിലെ ഒരു സ്പോൺസർ ആയിരുന്നു. പക്ഷെ എവിടെ പ്രശ്നം? 120 ദിവസം കൊണ്ട് വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് സർക്കാർ ടൗൺഷിപ്പിൽ നിന്ന് 15 ലക്ഷം രൂപ സർക്കാരിൽ നിന്ന് കൈപ്പറ്റിയ ആളാണ് ശ്രുതി. കഴിഞ്ഞ 18 മാസമായിട്ടും വീട് വെച്ച് കൊടുത്തിട്ടില്ല അവർക്ക്. അതെന്തുകൊണ്ടാണ് T. സിദ്ദിഖ് MLA അറിയാതിരുന്നത്? അദ്ദേഹത്തിന് ഇടപെട്ടിട്ട് ഇതിനു മുന്നേ തന്നെ ശ്രുതിയുടെ പൈസ തിരിച്ചടച്ച് സർക്കാർ ടൗൺഷിപ്പിൽ അവരെ പുനരധിവസിപ്പിക്കാമായിരുന്നു. അതിനുള്ള പോസിബിലിറ്റി ഉണ്ടായിരുന്നു. ഈ ഉത്തരവാദിത്തമില്ലായ്മയാണ്. ഇനി ഇവർ എത്രത്തോളം ഡിഫെൻസീവ് ആയിട്ടുണ്ട് എന്നുള്ളത്, എത്രത്തോളം പിടുത്തമിട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തിയത് രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരു നേതാവ്, വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു നേതാവ് കഴിഞ്ഞ ദിവസം കേരളത്തിൽ വന്നിട്ട് പറയാണ് കേരള ഈസ് എ ഡ്രഗ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന്. ഒരു 5-6 വർഷം മുന്നേ എന്താ പറയാ, നമ്മൾ പറയില്ലേ പരട്ട സംഖ്യകൾ എന്നൊക്കെ പറയല്ലോ. അതായത് BJP-കാരൊന്നും അല്ല, പരട്ട സംഖ്യകൾ, കേരളത്തിനോട് വിരോധം മാത്രമുള്ള ആളുകൾ മാത്രം പറഞ്ഞിരുന്ന വർത്തമാനം രാഹുൽ ഗാന്ധി വന്നിട്ട് പറയാണ് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരവും ഡ്രഗ് അബ്യൂസിന്റെ കേസിൽ ആദ്യത്തെ 10 സംസ്ഥാനങ്ങളിൽ പെടുന്നില്ല കേരളം. അത് പിണറായി വിജയന്റെ മെറിറ്റ് അല്ല, കേരളത്തിന്റെ ഒരു സോഷ്യൽ ഫാബ്രിക് അങ്ങനെയാണെന്നേ. ഗോവയും മിസോറാമും മേഘാലയയും ഒക്കെയാണ് പല കാറ്റഗറിയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുന്ന രാഹുൽ ഗാന്ധി ഇവിടെ വന്നിട്ട് പറയാണ് കേരളം ഇന്ത്യയുടെ ഡ്രഗ് ക്യാപിറ്റൽ ആണെന്ന്. അങ്ങനെ രാഹുൽ ഗാന്ധിയെ കൊണ്ട് പറയിപ്പിക്കുന്നത് അമേഠിയിൽ തോൽക്കുമെന്നായപ്പോ അദ്ദേഹത്തിന്റെ രക്ഷാകവചം ഒരുക്കിയ, ആശ്രയമൊരുക്കിയ ഒരു നാടിനെ പറ്റി, ഇപ്പോൾ അദ്ദേഹത്തിന്റെ അനിയത്തി റെപ്രസെന്റ് ചെയ്യുന്ന ഒരു നാടിനെ പറ്റിയാണ്, കോൺഗ്രസിന്റെ സകല പ്രതീക്ഷകളുള്ള ഒരു നാടിനെ പറ്റിയാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. എന്താണ് ഇദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്, അവർ അത്രയേറെ ഡിഫെൻസീവിലാണ്. മൊത്തം നാടിനെ അപമാനിക്കുന്ന, കേരളത്തിനെ മൊത്തം അപമാനിക്കുന്ന നെറേഷനിലേക്ക് ഇവർ പോവുകയാണ്. 100 സീറ്റ് നേടാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകുമെന്നുള്ളത് ഒരു നേതാവിന് പറയാവുന്ന കോൺഫിഡൻസിന്റെ അങ്ങേ തലയിലെ സ്റ്റേറ്റ്മെന്റ് ആണ്. അതായിരുന്നു VD സതീശൻ പറഞ്ഞത്. പക്ഷെ KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താണെന്നറിയോ? അത് വൈകാരികമായിട്ട് പറഞ്ഞതാവുന്നതാണ്. ഇന്ന് K. സുധാകരൻ പറയുന്നത് അദ്ദേഹത്തിന് ആ ഗതി വരലേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമെന്നാണ്. എന്താണ് ഇതൊക്കെ റിവീൽ ചെയ്യുന്നത്? അവർക്ക് മനസ്സിലായിരിക്കുന്നു കാര്യങ്ങളുടെ കിടപ്പ് എന്താണെന്നുള്ളത്. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളുടെ ഒരു ആരോപണമോ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ആളുകളുടെയോ ഇൻഡിപെൻഡന്റ് ആളുകളുടെ ഒബ്സർവേഷൻ അല്ല, കോൺഗ്രസ്സുകാരുടെ എന്താ പറയാ വായിൽ നിന്ന് തന്നെ വരുന്നതാണ്. ഒറ്റ കാര്യം കൂടെ, 3 ലക്ഷം ആളുകൾക്ക് PSC മുഖാന്തരം അപ്പോയിന്റ്മെന്റ് കൊടുത്ത ഒരു സർക്കാരാണിത്. ഇന്ത്യയിൽ 100 പേർ അപ്പോയിന്റ് ചെയ്യപ്പെടുമ്പോൾ 60 പേർ കേരളത്തിലാണ്. ആ കോൺഗ്രസിലാണ് ശ്രീകുമാർ പറയുന്നത് PSC പരീക്ഷയിൽ തിരിമറി നടന്നുള്ള കാര്യം ഗ്രൗണ്ടിൽ ഉണ്ട് എന്ന്. EP ജയരാജൻ രാജിവെച്ച കാര്യമൊക്കെ പറയുന്നുണ്ട്. ഏത് കാലത്താണെന്നുള്ളത് കോൺഗ്രസ്സുകാർക്ക് ഓർമ്മയ്ക്ക് എന്തോ പ്രശ്നം പറ്റിപ്പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, 2016 സർക്കാരിലാണ് EP ജയരാജൻ രാജിവെച്ചത്.